സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലെ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് വേപ്പർ പ്രഷർ എന്താണെന്നാണ്. എന്താണ് വേപ്പർ പ്രഷർ? നമുക്കറിയാം, ഒരു ലിക്വിഡിനെ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിക്വിഡ്സിൻ്റെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ ലിക്വിഡ്സ് ചില മോളിക്യൂൾസ് വേപ്പറായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള വേപ്പേഴ്സ് ലിക്വിഡിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഡെഫിനിഷനെ നമുക്ക് എങ്ങനെ നോക്കാം? ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പേഴ്സ് above the liquid surface in equilibrium with a liquid at a given temperature is called vapor pressure. ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിലിരിക്കുന്ന ഒരു ലിക്വിഡ് അതിൻ്റെ തന്നെ വേപ്പറും ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ വേപ്പർ ലിക്വിഡിന് മേലെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. സിമ്പിളായി പറയുകയാണെങ്കിൽ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പേഴ്സ് ഓൺ ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് ഇൻ എ jar or closed jar at equilibrium is known as vapor pressure. ഇത്തരത്തിൽ ലിക്വിഡ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് വേപ്പർ പ്രഷറിനെ കാണാം. എന്താണ് ഇങ്ങനെയുള്ള വേപ്പർ പ്രഷറിന് കാരണം? or what are the factors which affecting vapor pressure? പ്രധാനമായും രണ്ട് ഫാക്ടേഴ്സാണ് വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡിന് കാരണം, അല്ലെങ്കിൽ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ദ ലിക്വിഡ് ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ ലിക്വിഡ്. ഓരോന്നും എന്താണെന്ന് നോക്കാം. എന്താണ് നേച്ചർ ഓഫ് ദ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലിക്വിഡിൻ്റെ നേച്ചർ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലിക്വിഡിലെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് വീക്ക് ആണെന്ന് വിചാരിക്കുക. ഇൻ്റർമോളിക്കുലർ ഓഫ് അട്രാക്ഷൻസ് വീക്ക് ആണെങ്കിൽ എന്ത് സംഭവിക്കും? Greater will be the amount of vapors that becomings to the vapor state. Intermolecular force of attraction വളരെ കുറവാകുമ്പോൾ ഇത്തരം ലിക്വിഡുകളിൽ നിന്നും മോളിക്യൂൾസ് പതുക്കെ പതുക്കെ എന്തായി മാറുന്നു? വേപ്പറായി മാറുന്നു. വേപ്പേഴ്സിൻ്റെ നമ്പേഴ്സ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വേപ്പറായ മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ ഓട്ടോമാറ്റിക്കലി കൂടും. അതുകൊണ്ട് തന്നെ നേച്ചർ ഓഫ് എ ലിക്വിഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ പതുക്കെ പതുക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? ലിക്വിഡിലെ മോളിക്യൂൾസിന് ഈ എനർജി, ടെമ്പറേച്ചറിൽ നിന്ന് കിട്ടുന്ന എനർജി അബ്സോർബ് ചെയ്യുകയും അവയുടെ കൈനറ്റിക് എനർജി കൂടുകയും ചെയ്യുന്നു. കൈനറ്റിക് എനർജി കൂടിക്കഴിഞ്ഞാൽ ലിക്വിഡ് പതുക്കെ പതുക്കെ വേപ്പറായി മാറുന്നു. കൂടുതൽ വേപ്പേഴ്സ് ഫോം ചെയ്യുമ്പോൾ വേപ്പർ പ്രഷറും ഓട്ടോമാറ്റിക്കലി കൂടുന്നു. വേപ്പർ പ്രഷർ കൂടാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് കുറഞ്ഞിരിക്കുന്നതും അതുപോലെ ടെമ്പറേച്ചർ കൂടിയിരിക്കുന്നതും. ഇത്തരത്തിൽ വരുന്ന വേപ്പർ പ്രഷറിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. അതിനായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. പ്രധാനമായും 3 തരത്തിലുള്ള ലിക്വിഡ് സൊല്യൂഷൻസ് ആണുള്ളത്. എന്താണ് ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്ന പോലെ തന്നെ സോൾവെൻറ്റ് ഫേസ് ലിക്വിഡ് ആയിട്ടുള്ള സൊല്യൂഷൻസിനെയാണ് ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറയാവുന്നത്. ലിക്വിഡ് സൊല്യൂഷൻസ് പ്രധാനമായും 3 തരത്തിലുണ്ട്. ഗ്യാസ് ഇൻ ലിക്വിഡ്, സോളിഡ് ഇൻ ലിക്വിഡ് ആൻഡ് ലിക്വിഡ് ഇൻ ലിക്വിഡ്. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, ഈ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റത്തിലും സോൾവെൻറ്റ് ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡാണ്. എന്നാൽ സൊല്യൂട്ട് ഫേസ് ഗ്യാസ് ആവാം, സോളിഡ് ആവാം, ലിക്വിഡ് ആവാം. ഇവിടെ ഗ്യാസ് മോളിക്യൂൾസ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. ഗ്യാസ് മോളിക്യൂൾസ് ഓൾറെഡി ലിക്വിഡിൻ്റെ മുകളിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും അല്ലേ? അതുകൊണ്ട് തന്നെ ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ ഓൾറെഡി ഹെൻറീസ് ലോ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ടോപ്പിക്കിൽ നമ്മൾ കൂടുതലായും ഡിസ്കസ് ചെയ്യുന്നത് ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസും സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസുമാണ്. വേപ്പർ പ്രഷർ എന്താണെന്ന് കണ്ടു അല്ലേ? വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ് ഒന്ന് കൺസിഡർ ചെയ്യാം. എന്താണ് ലിക്വിഡ് സൊല്യൂഷൻസ്? ഒരു ബൈനറി മിക്സർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബൈനറി സൊല്യൂഷനിലെ സൊല്യൂട്ടും സോൾവെൻറ്റും ലിക്വിഡ് ഫേസിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം സൊല്യൂഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ്
ലിക്വിഡ് സൊല്യൂഷൻസ്. അതായത് സൊല്യൂട്ടും സോൾവൻറ്റും ലിക്വിഡ് ഫേസിലായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ബൈനറി സൊല്യൂഷനെ നമ്മളൊരു ക്ലോസ്ഡ് വെസലിൽ എൻക്ലോസ് ചെയ്ത് വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? രണ്ട് ലിക്വിഡ്സും വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അതിനുശേഷം വേപ്പറും ലിക്വിഡും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. ഇത്തരം കണ്ടീഷനിൽ ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വേപ്പർ പ്രഷർ ഈസ് എ സം ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻസ് പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം. നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ള ഡാൾട്ടൺസ് ലോ ഉപയോഗിച്ച് നമുക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്തരത്തിലുള്ള സിസ്റ്റത്തെ പറ്റിയാണ് കൂടുതലായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലിക്വിഡ് സൊല്യൂഷൻസിൽ രണ്ട് കമ്പോണൻസും വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒരു മിക്സ്ചറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് രണ്ട് വേപ്പേഴ്സിൻ്റെയും പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇത്തരം കൺസിഡറേഷൻസിന് വേണ്ടിയിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലോ ആണ് റൗൾസ് ലോ. ഫ്രഞ്ച് കെമിസ്റ്റ് ആയിട്ടുള്ള ഫ്രാൻസിസ് മാർട്ടി റൗൾ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു ലോ പ്രപ്പോസ് ചെയ്തത്. ഈ ലോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ പാർഷ്യൽ പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് ടു കമ്പോണൻസ്. ഒരു ലിക്വിഡ് മിക്സറിലുള്ള രണ്ട് കമ്പോണൻ്റ് ആയിട്ടുള്ള സൊല്യൂട്ടും സോൾവൻറ്റും ഇവരുടെ പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലോയാണ് റൗൾസ് ലോ എന്ന് പറയുന്നത്. എന്താണ് റൗൾസ് ലോ എന്നൊന്ന് നോക്കാം. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് the partial vapor pressure of each component of the solution is directly proportional to the mole fraction present in the solution. ഒരു സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു ലിക്വിഡ് സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഈ സൊല്യൂഷനിലെ രണ്ട് കമ്പോണൻസും വോളറ്റൈൽ ലിക്വിഡ്സ് ആണെങ്കിൽ, എന്താണ് വോളറ്റൈൽ ലിക്വിഡ്സ്? വളരെ പെട്ടെന്ന് തന്നെ വേപ്പറായി മാറാൻ കപ്പാസിറ്റി ഉള്ള ലിക്വിഡ്സ് ആണെങ്കിൽ ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. രണ്ട് കമ്പോണൻസിൻ്റെയും പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലിക്വിഡ് സൊല്യൂഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് സൊല്യൂട്ടും സോൾവൻറ്റും ലിക്വിഡാണ്. എന്താണ് ഇവരുടെ പ്രത്യേകത? ഈ രണ്ട് കമ്പോണൻസും ഈസിലി വോളറ്റൈൽ ആയിരിക്കണം. എന്താണ് ഈസിലി വോളറ്റൈൽ? വളരെ പെട്ടെന്ന് തന്നെ ആവിയായി പോകാൻ ചാൻസ് ഉള്ള രണ്ട് കമ്പോണൻസ് ഉള്ള ഒരു ലിക്വിഡ് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്നുള്ളത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അതിൻ്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് നമുക്ക് പറയാം. റൗൾസ് ലോ എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. നമ്മൾ കണ്ടു റൗൾസ് ലോ കൺസിഡർ ചെയ്യുന്നത് ലിക്വിഡ് സൊല്യൂഷൻസിനാണ്. രണ്ട് ലിക്വിഡ്സും വോളറ്റൈൽ ലിക്വിഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വോളറ്റൈൽ ലിക്വിഡ്സ് വരുമ്പോൾ നമുക്ക് ഇവരുടെ ഡെറിവേഷൻ എങ്ങനെ കൺസിഡർ ചെയ്യുമെന്ന് നോക്കാം. എങ്ങനെയാണ് മാത്തമാറ്റിക്കലി നമുക്ക് റോൾസ് ലോനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നോക്കാം. അതിനുവേണ്ടി വി ആർ കൺസിഡറിങ് ദാറ്റ് the two volatile liquids in liquid solution as 1 and 2. So consider the volatile liquids. Consider the volatile liquids as 1 and 2. ഒരു ലിക്വിഡിനെ 1 എന്നും മറ്റൊരു ലിക്വിഡിനെ 2 എന്നും കൺസിഡർ ചെയ്യുന്നു. ആൻഡ് മോൾ ഫ്രാക്ഷൻ ആസ് chi1 ആൻഡ് chi2 റെസ്പെക്റ്റീവ്ലി. ഈ രണ്ട് ലിക്വിഡ്സിൻ്റെയും മോൾ ഫ്രാക്ഷൻ chi1 എന്നും chi2 എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു. If P1 and P2 are the vapor pressures of these components, are the vapor
pressures. P1 P2 വേപ്പർ പ്രഷേഴ്സ് ആയിട്ടും കൺസിഡർ ചെയ്യുകയാണ് റെസ്പെക്റ്റീവ്ലി. ഇവിടെ ടെമ്പറേച്ചർ എന്തെങ്കിലും റോൾ ഉണ്ടോ? ടെമ്പറേച്ചർ ഒരേ ടെമ്പറേച്ചറിലാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്, അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. നമ്മളോട് ജസ്റ്റ് അസ്യൂം ചെയ്യുകയാണ് ലിക്വിഡ് സൊല്യൂഷൻസിലെ 2 കമ്പോണൻസ് ഉണ്ട്. ഒരു കമ്പോണൻറ്റിനെ 1 എന്നും സെക്കൻഡ് കമ്പോണൻറ്റിനെ 2 എന്നും നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ മോൾ ഫ്രാക്ഷൻ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് chi1 ആൻഡ് chi2. ഫസ്റ്റത്തെ കമ്പോണൻ്റെ മോൾ ഫ്രാക്ഷൻ chi1 എന്നും രണ്ടാമത്തെ കമ്പോണൻ്റെ മോൾ ഫ്രാക്ഷൻ chi2 എന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതുപോലെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓരോ കമ്പോണൻറ്റിനെയും P1 എന്നും കൺസിഡർ ചെയ്യുന്നു അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് റോൾസ് ലോ അപ്ലൈ ചെയ്ത് നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാമെന്ന് നോക്കാം. എന്താണ് റോൾസ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റോൾസ് ലോ പറയുന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്നാണ്. ഇവിടെ നമുക്കറിയാം പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് 2 കമ്പോണൻസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, കമ്പോണൻറ്റ് 1ഉം കമ്പോണൻറ്റ് 2ഉം. കമ്പോണൻറ്റ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം? കമ്പോണൻറ്റ് 1ൻ്റെ പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ പാർഷ്യൽ വേപ്പർ പ്രഷർ P1 എന്ന് സൂചിപ്പിക്കുമ്പോൾ P1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു chi1 എന്ന് പറയുന്നത് അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ്. ഓർ വി ക്യാൻ റൈറ്റ്, ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ ആണ്, അത് മാറ്റിക്കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് വരുമെന്നറിയാം. ഓർ വി ക്യാൻ റൈറ്റ് P1 ഈസ് ഈക്വൽ ടു P10 chi1 എന്ന് എഴുതാം. അതുപോലെ തന്നെ സെക്കൻഡ് കമ്പോണൻറ്റ് P2 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു chi2. ഓർ ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റുമ്പോൾ P2 ഈസ് ഈക്വൽ ടു P20 chi2 എന്ന് എഴുതാവുന്നതാണ്. ഇതിന് ശേഷം നമ്മൾ ഡാൾട്ടൺസ് ലോ ഒന്ന് ഓർക്കണം. എന്താണ് ഡാൾട്ടൺസ് ലോ? ഡാൾട്ടൺസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് വെൻ വി ആർ കൺസിഡറിങ് ദ നോൺ റിയാക്ടിങ് മിക്സ്ചേഴ്സ് ഓഫ് ഗ്യാസസ്, പരസ്പരം റിയാക്ട് ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഓരോ ഗ്യാസ് കമ്പോണൻസിൻ്റെയും വേപ്പർ പ്രഷറിന് അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മിന് ഇക്വാലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് ലോ ടോട്ടൽ P ടോട്ടൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? P1 പ്ലസ് P2 ആണ്. ഇവിടെ P1 എന്നതിന് P10 chi1 എന്നും P2 എന്നത് P20 chi2 എന്നും ഉള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു P10 chi1 പ്ലസ് P20 chi2 എന്നെഴുതാം. ഇവിടെ 2 കമ്പോണൻസ് ആണ് 1 and 2. chi1ഉം chi2 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ 2 കമ്പോണൻസിൻ്റെയും മോൾ ഫ്രാക്ഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു കാര്യം നമ്മളോട് ഓർക്കേണ്ടതുണ്ട്. 2 കമ്പോണൻസ് ഒരു സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അവയുടെ മോൾ ഫ്രാക്ഷൻസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. ദാറ്റ് ഈസ് chi1 and chi2. ദ സം ഓഫ് chi1 and chi2 ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. അതായത് chi1 എന്നുള്ളതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? chi1 ഈസ് ഈക്വൽ ടു 1 മൈനസ് chi2 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ chi1 എന്നതിന് പകരം 1 മൈനസ് chi2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു P10 ഇൻറ്റു 1 മൈനസ് chi2 പ്ലസ് P20 ഇൻറ്റു chi2. ഈ ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു P10 മൈനസ് P10 chi2 പ്ലസ് P20 chi2. ഇവിടെ നമുക്ക് കാണാൻ കഴിയും chi2 എന്നുള്ളത് 2 ടേമിന് കോമൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് പറയാം P ടോട്ടൽ ഈസ് ഈക്വൽ ടു P10 മൈനസ് chi2 ഇൻറ്റു P10 പ്ലസ് chi2 ഇൻറ്റു P20 മൈനസ് P10.
ഇത്തരത്തിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താണ്? പി ടോട്ടൽ ഇസ് ഈക്വൽ ടു P10 പ്ലസ് P20 മൈനസ് P10 ഇൻറ്റു Chi2. റോൾസ് ലോ അനുസരിച്ച് ഒരു ലിക്വിഡ് സൊല്യൂഷൻ്റെ പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും എങ്ങനെ റിലേറ്റ് ചെയ്തു എന്ന് നമ്മൾ കണ്ടു. ഈ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദ ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ ഇസ് ഈക്വൽ ടു P10 പ്ലസ് P20 മൈനസ് P10 ഇൻറ്റു Chi2 എന്നൊരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. എന്താണ് ഇതിൽ ഓരോ ടേമും സൂചിപ്പിക്കുന്നത്? Chi2 എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 2. ലിക്വിഡ് മിക്സ്ചറിലെ ഒരു ലിക്വിഡ് സൊല്യൂഷനിലെ രണ്ടാമത്തെ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനാണ് Chi2 എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി P10യും P20യും എന്താണ്? P10 ആൻഡ് P20 that represents the vapor pressure of component 1 and component 2 in the pure state. നമ്മൾ എടുക്കുന്ന ലിക്വിഡ് സൊല്യൂഷൻസിലെ കമ്പോണൻസ് ആയിട്ടുള്ള 1ഉം 2ഉം ഇവർ പ്യുവർ സ്റ്റേറ്റിലിരിക്കുമ്പോൾ ഉള്ള വേപ്പർ പ്രഷർ എത്രയാണോ അതാണ് P10 എന്നും P20 എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. P total is equal to P10 plus P20 മൈനസ് P10 ഇൻറ്റു Chi2 എന്ന് എഴുതാം. എന്തൊക്കെ കൺക്ലൂഷൻസിൽ നമുക്കെത്താം? ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള കൺക്ലൂഷൻസിൽ നമുക്ക് എത്തിച്ചേരാം എന്നൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു ഇക്വേഷനെ കുറച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്നുള്ളത് പ്രധാനമായും ഏത് കമ്പോണൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ദ ടോട്ടൽ വേപ്പർ പ്രഷർ റിലേറ്റഡ് ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എനി വൺ ഓഫ് ദ കമ്പോണൻറ്റ്. ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനുമായി ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. അതായത് നമുക്കിവിടെ പറയാൻ കഴിയും, ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റ് നമ്പർ 2 കമ്പോണൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ മോൾ ഫ്രാക്ഷൻ Chi2 എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ the total vapor pressure is directly proportional to this mole fraction എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം the total vapor pressure of the solution varies linearly with the mole fraction of component 2. രണ്ടാമത്തെ കമ്പോണൻ്റെ മോൾ ഫ്രാക്ഷൻ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഏതിലും മാറ്റം വരാം? ടോട്ടൽ പ്രഷറിലും മാറ്റം വരും. മൂന്നാമത്തെ കൺക്ലൂഷൻ എന്താണ്? ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ Chi1 Chi2 നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദ ടോട്ടൽ വേപ്പർ പ്രഷർ മേ ബി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് 1 ഓർ കമ്പോണൻറ്റ് 2. ഓരോ കമ്പോണൻ്റെയും മോൾ ഫ്രാക്ഷൻ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് ഈ ഇക്വേഷൻ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അതിൽ നമുക്ക് കാണാം രണ്ടാമത്തെ കമ്പോണൻ്റെ മോൾ ഫ്രാക്ഷൻ Chi2 ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ Chi2 മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ Chi2 വാല്യൂ കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ വേപ്പർ പ്രഷർ കൂടുന്നു. Chi1 വാല്യൂ ആണെങ്കിലോ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ, നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നാമത്തെ കൺക്ലൂഷനിലെത്താം. ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഇൻക്രീസസ് ഓർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഇൻ ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ കമ്പോണൻറ്റ് 1 ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്യുവർ കമ്പോണൻറ്റ്സ് 1 and 2. ഒന്നാമത്തെ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഈ സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇത്രയും 3 പ്രധാനപ്പെട്ട കൺക്ലൂഷൻസിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. റോൾസ് ലോ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനും നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു അല്ലേ. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റോൾസ് ലോയിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഒരു ലിക്വിഡ് സൊല്യൂഷനിലെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് നമ്മൾ 2 കമ്പോണൻസ് ആയിട്ടുള്ള മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും ആണ് കൺസിഡർ ചെയ്യുന്നത്. അതിനുവേണ്ടി എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷനും വൈ ആക്സിസിൽ വേപ്പർ പ്രഷറും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം 3 പ്ലോട്ടുകൾ കാണാം. 1, 2, 3 എന്ന് കാണാം. എന്താണ് 1 റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഫസ്റ്റ് കമ്പോണൻറ്റ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഫസ്റ്റ് കമ്പോണൻറ്റ്. ദ പ്ലോട്ട് 2 രണ്ടാമത്തെ പ്ലോട്ട് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? പാർഷ്യൽ പ്രഷർ ഓഫ്
സെക്കൻഡ് കമ്പോണൻറ്റ്. മൂന്നാമത്തെ പ്ലോട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ദ ടോട്ടൽ വേപ്പർ പ്രഷർ. ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ പ്രഷറുകളുടെ സമ്മാണ്. ദാറ്റ് ഈസ് പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2 എന്ന് നമുക്ക് പറയാം. ഇവിടെ നമുക്ക് കാണാം ദിസ് പ്ലോട്ട് ഓഫ് P1 ആൻഡ് P2 വേഴ്സസ് Chi1 ആൻഡ് Chi2 gives a linear plot. P1ഉം P2ഉം Chi1ഉം Chi2ഉം ഉപയോഗിച്ച് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇത് ഒരു ലീനിയർ പ്ലോട്ടായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് ലൈൻസ് അല്ലെങ്കിൽ പ്ലോട്ട്സ് 1 and 2 ഏതൊക്കെ പോയിന്റിൽ കൂടിയാണ് പാസ് ചെയ്തു പോകുന്നത്? The plots or lines 1 and 2 pass through the points Chi1 and Chi2 where they are equal to unity. ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, P2 എന്ന് പറയുന്ന ലൈൻ പാസ് ചെയ്യുന്നത് Chi1 വാല്യൂ, അതായത് മോൾ ഫ്രാക്ഷൻ യൂണിറ്റി ആയിട്ടുള്ള പോയിന്റിൽ കൂടിയാണ്. അതുപോലെ P1 എന്ന് പറയുന്ന പ്ലോട്ട് ലൈൻ 1 പാസ് ചെയ്യുന്നത് Chi2 അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ് യൂണിറ്റി ആയി വരുന്ന പോയിന്റിൽ കൂടെയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പ്ലോട്ട് ലീനിയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഇനി മൂന്നാമത്തെ ലൈനും നോക്കൂ. മൂന്നാമത്തെ ലൈനായിട്ടുള്ള P ടോട്ടൽ, മൂന്നാമത്തെ പ്ലോട്ടായിട്ടുള്ള P ടോട്ടൽ വേഴ്സസ് Chi2 ഈസ് ഓൾസോ എ ലീനിയർ ലൈൻ ഓർ ലീനിയർ പ്ലോട്ട്. ഇത്രയുമാണ് റോൾസ് ലോ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്. അപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻസ് കൺസിഡർ ചെയ്തുകൊണ്ട് അതിൽ റോൾസ് ലോ അപ്ലൈ ചെയ്താൽ പാർഷ്യൽ പ്രഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ലിക്വിഡ് സൊല്യൂഷൻസിലെ രണ്ട് കമ്പോണൻ്റ് ആയിട്ടുള്ള സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ കിട്ടിയാൽ ആ വേപ്പർ ഫേസിലുള്ളതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയാണ് മനസ്സിലാക്കുക, വേപ്പർ പ്രഷറിലുള്ള അല്ലെങ്കിൽ വേപ്പർ ഫേസിലുള്ള കോമ്പോസിഷൻ എങ്ങനെ മനസ്സിലാക്കാം, അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് we can consider the mole fractions of component 1 and 2 as Y1 and Y2. നമുക്കറിയാം ലിക്വിഡ് സൊല്യൂഷൻസിൽ വേപ്പർ ഫേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് രണ്ട് കമ്പോണൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഏതൊക്കെയാണ്? സൊല്യൂട്ടിൻ്റെ വേപ്പറും സോൾവെൻറ്റിൻ്റെ വേപ്പറും. അതിലെ ഓരോന്നിൻ്റെയും മോൾ ഫ്രാക്ഷൻസ് Y1 എന്നും Y2 എന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡാൾട്ടൺസ് ലോ അപ്ലൈ ചെയ്താൽ, എന്താണ് ഡാൾട്ടൺസ് ലോ? ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഓരോ കമ്പോണൻറ്റിൻ്റെയും പ്രഷറിൻ്റെ സമ്മായിരിക്കും അല്ലേ? ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? P1 ഈസ് ഈക്വൽ ടു Y1 ഇൻറ്റു P ടോട്ടൽ. അതായത് ഒരു ഫസ്റ്റത്തെ കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? P ടോട്ടൽ ആയിട്ടുള്ള പ്രഷറിനെ മോൾ ഫ്രാക്ഷൻ കൊണ്ട്, അതിൻ്റെ പെർട്ടിക്കുലർ മോൾ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വേപ്പർ പ്രഷർ ഓഫ് ഒരു കമ്പോണൻറ്റ് കിട്ടും. അതുപോലെ തന്നെ വേപ്പർ പ്രഷർ ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റോ? വേപ്പർ പ്രഷർ ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു Y2 ഇൻറ്റു P ടോട്ടൽ. P ടോട്ടലിനെ രണ്ടാമത്തെ കമ്പോണൻറ്റ് മോൾ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇൻ ജനറലായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഒരു ലിക്വിഡ് സൊല്യൂഷൻസിൽ I നമ്പർ ഓഫ് കമ്പോണൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ബൈനറി മിക്സർ അല്ലാതെ I നമ്പർ ഓഫ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? Pi ഈസ് ഈക്വൽ ടു yi ഇൻറ്റു P ടോട്ടൽ. ഈ രീതിയിൽ നമുക്ക് വേപ്പർ പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ വേപ്പർ ഫേസിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്നും ടോട്ടൽ കോമ്പോസിഷൻ എങ്ങനെയാണെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പ്രധാനമായും രണ്ട് ലോകളാണ് പഠിച്ചത്. ഒന്ന് ഹെൻറീസ് ലോ, ഒരെണ്ണം റൗൾസ് ലോ. ഈ രണ്ട് ലോസിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് റൗൾസ് ലോ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. എന്താണ് റൗൾസ് ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ പാർഷ്യൽ പ്രഷർ of each component in a liquid solution is directly proportional to their mole fraction. Liquid solutions ശ്രദ്ധിക്കണം, liquid solutions partial pressure is directly proportional to mole fraction of each component. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം Pi is equal to Chi Pi 0 എന്ന് എഴുതാൻ പറ്റും. I എന്ന് പറയുന്നത് നമ്പർ ഓഫ് കമ്പോണൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ I നമ്പർ ഓഫ് കമ്പോണൻസ് ജോയിൻ ചെയ്തിട്ടുള്ള ലിക്വിഡ് സൊല്യൂഷനാണ് കൺസിഡർ ചെയ്യുന്നത്.
എന്നാൽ ഹെൻറീസ് ലോയിലേക്ക് വരുമ്പോഴോ, ഹെൻറീസ് ലോ നമ്മൾ പഠിച്ചത് ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിൻ്റെ കേസിലാണ്. അതായത് ഒരു ഗ്യാസ് ലിക്വിഡിലേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തായിരുന്നു? പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ. പ്രഷർ കൂടുന്തോറും മോൾ ഫ്രാക്ഷൻ കൂടുന്നു. ഈ രണ്ട് കേസസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും രണ്ട് കേസിലും രണ്ട് ഫാക്ടേഴ്സ് വീതമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് പ്രഷറും മോൾ ഫ്രാക്ഷനും. ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് റോൾസ് ലോയിലെ കോൺസ്റ്റൻറ്റ് ആയിട്ടുള്ള P10 ആണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് PI0 അല്ലെങ്കിൽ P10, P20 എക്സെട്ര. അതായത് എന്താണ്? പ്യുവർ കമ്പോണൻ്റ് ആയിരിക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ. എന്നാൽ ഹെൻറീസ് ലോയിലെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഹെൻറീസ് കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു വ്യത്യാസം ഒഴികെ ബാക്കിയെല്ലാം റോൾസ് ലോയ്ക്കും ഹെൻറീസ് ലോയ്ക്കും സെയിം ആയി കാണുന്നു. അതുകൊണ്ട് തന്നെ റോൾസ് ലോനെ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ ആയിട്ട് കണക്കാക്കാം. സോ വി ക്യാൻ കൺസിഡർ റോൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് വേപ്പർ പ്രഷർ ഓഫ് സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസ്. എന്താണ് സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സൊല്യൂട്ട് ഒരു സോളിഡും സോൾവെൻറ്റ് ലിക്വിഡ് ഫേസിലുമായിരിക്കും. കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് നോക്കാം. നമുക്ക് സാധാരണയായി കാണുന്ന സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. അതുപോലെ ഗ്ലൂക്കോസ് ഇൻ വാട്ടർ, യൂറിയ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇൻ വാട്ടർ, കെയിൻ ഷുഗർ ഇൻ വാട്ടർ. ഇവയെല്ലാം സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിന് എക്സാമ്പിൾസ് ആണ്. ഇതുകൂടാതെ തന്നെ അയഡിൻ, സൾഫർ പോലെയുള്ള കോമ്പൗണ്ട്സ് ഇൻ കാർബൺ ഡൈസൾഫൈഡ്, അയഡിൻ, സൾഫർ പോലെയുള്ളവ കാർബൺ ഡൈസൾഫൈഡ് എന്ന് പറയുന്ന സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത് കിട്ടുന്നതും ഒരു സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസിന് എക്സാമ്പിളാണ്. എങ്ങനെയാണ് സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസിൻ്റെ വേപ്പർ പ്രഷർ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഫിഗർ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് പ്യുവർ സോൾവെൻറ്റ് കമ്പോണൻറ്റ് മാത്രം. ലിക്വിഡ് ഫേസിലിരിക്കുന്ന പ്യുവർ സോൾവെൻറ്റ് കമ്പോണൻറ്റ് നമുക്ക് കാണാൻ കഴിയും. ഈ സോൾവെൻറ്റിലെ സർഫസിൽ ഏത് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ? എല്ലാം സോൾവെൻറ്റ് മോളിക്യൂൾസ് ആണ്. ബ്ലൂ കളർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് സോൾവെൻറ്റ് മോളിക്യൂൾസിനെയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ലിക്വിഡ്സ് എന്തായി മാറുന്നു? വേപ്പറായി മാറുന്നു. വേപ്പർ സ്റ്റേറ്റിലിരിക്കുന്ന ഈ മോളിക്യൂൾസാണ് ഇവിടെ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. ആ പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1 മോൾ സോൾവെൻറ്റും 1 മോൾ സൊല്യൂട്ടും ചേർന്ന ഒരു സൊല്യൂഷനെയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും പാർട്ടിക്കിൾസ് സർഫസിൽ പ്രസൻ്റ് ആണ്. നമുക്കറിയാം ഇവിടെ സൊല്യൂട്ട് സോളിഡാണ്, സോൾവെൻറ്റ് ലിക്വിഡാണ്. സോളിഡായ സൊല്യൂട്ട് മോളിക്യൂൾസ് വേപ്പറായി മാറുമോ? ഇല്ല അല്ലേ? എന്നാൽ സോൾവെൻറ്റ് മോളിക്യൂൾസ് മാത്രമേ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ വേപ്പർ ഫേസ് ആര് മാത്രമേ ഉള്ളൂ? സോൾവെൻറ്റ് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. എന്നാൽ അവയുടെ നമ്പർ പ്യുവർ സോൾവെൻറ്റിനെ അപേക്ഷിച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസിൻ്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെൻറ്റിനേക്കാളും കുറവായിരിക്കും. എന്താണ് കുറയാനുള്ള കാരണം? പ്യുവർ സോൾവെൻറ്റിൽ സർഫസിൽ ഉള്ള എല്ലാ സോൾവെൻറ്റ് മോളിക്യൂൾസും വേപ്പറായി മാറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു സൊല്യൂട്ടും സോൾവെൻറ്റും ചേർന്ന ഒരു സൊല്യൂഷനിലാണെങ്കിലോ സർഫസിൽ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ സൊല്യൂട്ട് പാർട്ടിക്കിൾസും സോൾവെൻറ്റ് പാർട്ടിക്കിൾസും ഉണ്ട്. എന്നാൽ അവയിലെ സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് മാത്രമാണ് വേപ്പർ ഫേസിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെ വേപ്പർ ഫേസിലേക്ക് മാറുന്ന സോൾവെൻറ്റ് മോളിക്യൂൾസാണ് അവിടെ വേപ്പർ പ്രഷറിന് കാരണമായിരിക്കുന്നത്. നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താം. When a non-volatile solute is added to the solvent, the solution obtained will have the lower vapor pressure than the pure solvent. ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ഒരു സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷന് അതിൻ്റെ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും എന്ന് സാരം. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട്
സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെൻറ്റിനേക്കാളും കുറവാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് ദ ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ ഡിപ്പെൻഡ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡിങ് ടു ദ സോൾവെൻറ്റ്. എത്രത്തോളം വേപ്പർ പ്രഷർ കുറയുന്നു എന്നുള്ളത് എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും? സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് നമുക്ക് പറയാം. ഉദാഹരണമായി നമുക്ക് ഒരു സൊല്യൂഷൻ തന്നെ കൺസിഡർ ചെയ്യാം. ദ ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ബൈ ആഡിങ് 1 mole of sucrose to 1 kilogram of water is nearly similar to that produced by adding 1 mole of urea to the same quantity of water at the same temperature. എന്താണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? 1 കിലോഗ്രാം വാട്ടറിലേക്ക് 1 mole സൂക്രോസ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ എന്നത് 1 കിലോഗ്രാം വാട്ടറിലേക്ക് 1 mole യൂറിയ ആഡ് ചെയ്യുന്ന ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷറിന് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അതായത് ഈ രണ്ട് കേസസിലും ആഡ് ചെയ്യപ്പെടുന്ന സൊല്യൂട്ട് ഡിഫറൻ്റ് ആണ്. യൂറിയയും അതുപോലെ തന്നെ സൂക്രോസുമാണ്. എന്നാൽ അവയുടെ എമൗണ്ട് സിമിലർ ആണ്, 1 mole ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആഡ് ചെയ്യുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് ഓർക്കേണ്ടതുണ്ട്. സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസ് എന്താണെന്ന് കണ്ടു അല്ലേ? ഈ സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസിൽ റോൾസ് ലോയുടെ അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ റോൾസ് ലോ നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് നോക്കാം. എന്താണ് റോൾസ് ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സൊല്യൂഷനിലെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതിലെ വോളറ്റൈൽ കമ്പോണൻ്റ് ഏതാണോ അതിൻ്റെ മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ? നമുക്ക് പറയാം ഫോർ എനി സൊല്യൂഷൻ ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് വോളറ്റൈൽ കമ്പോണൻറ്റ് in the solution is directly proportional to its mole fraction. ഒരു സോളിഡ് ലിക്വിഡ് സൊല്യൂഷനിൽ വോളറ്റൈൽ ആയിട്ടുള്ള കമ്പോണൻ്റ് ഏതാണ്? സോൾവെൻ്റ് ആണ് അല്ലേ? സോൾവെൻ്റ് ലിക്വിഡ് ഫേസിലായിരിക്കും. അതുകൊണ്ട് തന്നെ സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ആ ടോട്ടൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് രണ്ട് കമ്പോണൻസിൽ സോൾവെൻറ്റിനെ കമ്പോണൻറ്റ് 1 ആയി കൺസിഡർ ചെയ്താൽ മാത്തമാറ്റിക്കലി നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? നമുക്ക് എഴുതാം P1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Chi1. അതായത് ടോട്ടൽ വേപ്പർ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ വോളറ്റൈൽ കമ്പോണൻറ്റ്. വോളറ്റൈൽ കമ്പോണൻ്റ് ഏതാണ്? ഓർക്കണം, വോളറ്റൈൽ കമ്പോണൻ്റ് സോൾവെൻ്റ് ആണ്. സോ P1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Chi1. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റുമ്പോൾ നമുക്കറിയാം ഒരു കോൺസ്റ്റൻ്റ് അവിടെ എഴുതണം അല്ലേ? കോൺസ്റ്റൻ്റായി നമ്മൾ എഴുതിയിരിക്കുന്നത് P10 ആണ്. എന്താണ് P10? P10 ഈസ് ദ വേപ്പർ പ്രഷർ ഇൻ പ്യുവർ സ്റ്റേറ്റ്. ആ സോൾവെൻറ്റ് അല്ലെങ്കിൽ വോളറ്റൈൽ കമ്പോണൻറ്റ് പ്യുവർ സ്റ്റേറ്റിലിരിക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ എത്രയാണോ അതാണ് P10 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസിൻ്റെ കേസിൽ റോൾസ് ലോ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? സാധാരണയായിട്ട് ഒരു ബൈനറി മിക്സ്ചർ അല്ലെങ്കിൽ ബൈനറി സൊല്യൂഷൻ്റെ കേസിൽ നമുക്ക് റോൾസ് ലോ ഒരേ രീതിയിൽ തന്നെ പറയാം. റോൾസ് ലോ എന്നത് വോളറ്റൈൽ കമ്പോണൻറ്റിൻ്റെ പ്രഷറും വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലോ എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസിൻ്റെ കേസിൽ എങ്ങനെയാണ് വേപ്പർ ഫേസും അതുപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെൻറ്റും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കുക എന്ന് നോക്കാം. ഇവിടെ വോളറ്റൈൽ കമ്പോണൻറ്റ് സോൾവെൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ സോൾവെൻറ്റിനെ മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മൾക്ക് കാണാം when we are plotting a graph mole fraction of solvent against the vapor pressure of the solvent. ഒരു സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനും ഒരു സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറും തമ്മിൽ പ്ലോട്ട് ചെയ്ത് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. we will get a straight line which is passes through the origin എന്ന് നമുക്ക് പറയാം. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെൻറ്റ്. ഇത് വന്ന് ജോയിൻ ചെയ്യുന്ന ഈ പോയിൻ്റ് എന്താണ്? ഈ പോയിൻ്റാണ് പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇക്വേഷൻ എഴുതുമ്പോഴുള്ള കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ P10, ആ കോൺസ്റ്റൻ്റ് ആണ് വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെൻറ്റ് അല്ലെങ്കിൽ P10 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഗ്രാഫിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഇഫ് എ സൊല്യൂഷൻ ഒബേസ് റോൾസ് ലോ for all the concentrations
the vapor pressure would linearly from 0 to the vapor pressure of the pure solvent. ഒരു സൊല്യൂഷൻ എല്ലാ കോൺസെൻട്രേഷനിലും റോൾസിലോ ഒബേ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക? എന്താണ് നമുക്ക് അതിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ കഴിയും വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെൻറ്റ്, വോളറ്റൈൽ കമ്പോണൻ്റ് ആയിട്ടുള്ള സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ വുഡ് വാരി ലീനിയർലി ഫ്രം 0 ടു ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്. വേപ്പർ പ്രഷർ ലീനിയർലി വാരി ചെയ്യും. എവിടെ തൊട്ട് എവിടെ വരെ? 0 മുതൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ് വരെ ലീനിയർലി വാരി ചെയ്യും എന്ന് നമുക്ക് പറയാൻ കഴിയും.